ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജാങ്കോ ആണ്. ജാങ്കോ എന്താണ്, ജാങ്കോയുടെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ജാങ്കോ എന്താണെന്ന് നോക്കാം. ജാങ്കോ എന്ന് പറയുമ്പോഴത്തേനും ഒരു ഫ്രെയിം വർക്കാണ്, ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ്. പൈത്തന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു വെബ് ഡെവലപ്പ് ചെയ്യാനും സെക്യൂർ ആൻഡ് മെയിൻറ്റബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ജാങ്കോ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്. ജാങ്കോ ഫോളോ ചെയ്യുന്നത് MBT ഡിസൈൻ പാറ്റേൺ ആണ്, വിച്ച് മീൻസ് ഒരു മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ഡിസൈൻ പാറ്റേൺ ആണ് ജാങ്കോ ഫോളോ ചെയ്യുന്നത്. മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ഒക്കെ എന്താ സംഭവം എന്നുള്ളത് വരുന്ന വീഡിയോകളിൽ വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അതാണ് ജാങ്കോ എന്ന് പറയുന്നത്. പിന്നെ ജാങ്കോയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ എളുപ്പത്തിൽ കുറച്ച് കോഡ് യൂസ് ചെയ്തിട്ട്, അതായത് പൈത്തൺ യൂസ് ചെയ്തിട്ടാണെങ്കിൽ തന്നെ കുറച്ച് കോഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ഫീച്ചർ വരുന്നതാണ്, അത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ്ഡും ആണ്. പിന്നെ നമുക്ക് ജാങ്കോ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് HTML-ഉം CSS-ഉം പിന്നെ പൈത്തണും ആണ്. നമുക്ക് ജാങ്കോ പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത്, അറിഞ്ഞിരിക്കേണ്ടതല്ല, ജസ്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് റൺ ചെയ്യാനായിട്ട് ഒരു IDE വേണം. അതായത് കോഡ് ചെയ്യാനും പിന്നെ റൺ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്കൊരു IDE വേണം. അതെന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓൾറെഡി പൈത്തന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ ചെയ്യാം. പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അല്ലാണ്ട് പിന്നെ ഞാൻ പൈത്തന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പൈച്ചാം എന്ന് പറഞ്ഞൊരു IDEയും കൂടി ഉണ്ട്. 2 IDE ആണ് പൈത്തന് മെയിൻലി വരുന്നത്. ഈ 2 IDEസിൽ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യുക, അതാണ് ആദ്യത്തെ ഒരു നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ആവശ്യമുള്ള ഒരു സംഭവം. പിന്നെ രണ്ടാമത്തത് പൈത്തൺ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു കമാൻഡ് റൺ ചെയ്ത് നോക്കുക, ഒന്നല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ പൈത്തന്റെ വേർഷൻ കാണിക്കും, ഇല്ലെങ്കിൽ അത് നമുക്ക് പൈത്തൺ വാസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ ഒരു എറർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു പാക്കേജ് ആണ് PIP എന്ന് പറയുന്ന പാക്കേജ്. അതെന്ന് പറയുന്നത് നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു പാക്കേജ് ആണ്. അതും കൂടി ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അതും സെയിം കോഡ് തന്നെയാണ്, PIP-_version എന്ന് പറഞ്ഞൊരു കമാൻഡ് ടെർമിനലിൽ അടിച്ചു കൊടുത്ത് എൻ്റർ അടിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് എന്താ, അത് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു വേർഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതും ഇൻസ്റ്റാൾഡ് ആണെന്ന് കാണിച്ചു. ദെൻ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള, അതായത് ഇപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ കിട്ടി, IDE കിട്ടി, പൈത്തൺ കിട്ടി, പിന്നെ PIP പാക്കേജും ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജാങ്കോക്ക് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റൺ ജാങ്കോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്താണ് ഞാൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ ഇവിടെ CD ആ ഒരു ഇതിലേക്ക് ഡയറക്ടറിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ലേൺ ജാങ്കോ എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിലേക്ക് ഞാനൊന്ന് ഡയറക്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് മൊത്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിന് മൊത്തത്തിലെ പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പൊ അത് തന്നെ അല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൾഡറിൽ ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വെർച്വൽ എൻവയോൺമെന്റിലേക്ക് മാത്രം നമുക്ക് ആ ഒരു ജാങ്കോയും ഇനി അങ്ങോട്ട് വരുന്ന പാക്കേജസും കാര്യങ്ങളൊക്കെ അതിലേക്ക് മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് ആ ഒരു ഫോൾഡർ, ഇപ്പൊ ഞാൻ ലേൺ ജാങ്കോയിലാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നതെങ്കിൽ ലേൺ ജാങ്കോയുടെ പുറത്തേക്കുള്ള ഒരു സംഭവത്തിനെയും അത് അഫക്ട് ചെയ്യത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വെർച്വൽ എൻവയോൺമെന്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ വെർച്വൽ എൻവയോൺമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാതെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതൊന്ന് ഇവിടെ നമുക്ക് പവർ ഷെല്ലുന്നുണ്ട്, ഇവിടെ ഒരു താഴേക്കുള്ള ഡൗൺ ആരോ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പവർ ഷെൽ മാറ്റി കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ തന്നെ ആക്കാം. ഞാനപ്പോൾ ജസ്റ്റ് ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ നീനുവിലാണ് കിടക്കുന്നത്. സോ ഞാനൊന്ന് CD അടിച്ച് ജാങ്കോ F1 എന്താ നമ്മുടെ സോറി ലേൺ ജാങ്കോ എന്നുള്ളതാണ് എൻ്റെ ആ ഒരു ഫോൾഡറിന്റെ പേര്. അതൊന്ന് കൊടുക്കുവാണ്.
ഓക്കെ, Djangoയിൽ കയറി ഇനി വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെന്ന് പറയുന്നത് വെർച്വൽ എൻവയോൺമെന്റ് റാപ്പർ എന്ന് പറയുന്ന ഒരു വെർച്വൽ അതെന്ന പാക്കേജ് ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോഡ് എന്ന് പറഞ്ഞാൽ PIP ഇൻസ്റ്റാൾ വെർച്വൽ ENV റാപ്പർ -min. ഇതാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഈ വന്നിരിക്കുന്ന എറർ എന്ന് പറഞ്ഞാൽ പിപ്പിന്റെ അപ്ഗ്രേഡ് ആണ്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ജസ്റ്റ് ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ അത് ആവശ്യമില്ലെങ്കിൽ അത് ചെയ്യണ്ട. പിന്നെ ഞാനിപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പൈത്തൺ ഒന്നല്ലെങ്കിൽ MK വെർച്വൽ ENV എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു MK വെർച്വൽ ENV എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് എൻവയോൺമെന്റിന്റെ നെയിം കൊടുത്താലും നമുക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. വെർച്വൽ എൻവയോൺമെന്റ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ പവർ ഷെല്ലിൽ ഇട്ട് ഒരിക്കലും ചെയ്യരുത്, കമാൻഡ് പ്രോംപ്റ്റിൽ ഇട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പവർ ഷെല്ലിൽ ഇട്ട് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പൈത്തൺ സ്പേസ് -m VENV ഇനി എൻവയോൺമെന്റിന്റെ പേര് എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേര് കൊടുക്കുക. ഞാൻ പ്രോ ENV എന്ന് കൊടുക്കുക. പ്രോജക്റ്റിന്റെ എൻവയോൺമെന്റ് പ്രോ ENV എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രോ ENV വന്നിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. ദെൻ കുറച്ച് ചിലപ്പോൾ ടൈം എടുക്കും. ഇനി നമുക്കത് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. ഈ ലേൺ ജാങ്കോയുടെ ഉള്ളിൽ ഞാനൊരു ഫോൾഡർ പ്രോജക്റ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് പ്രോ ENV എന്ന് പറഞ്ഞതാണ് നമ്മുടെ എൻവയോൺമെന്റ്. ഇപ്പൊ ലേൺ ജാങ്കോ നോക്കുകയാണെങ്കിൽ പ്രോ ENV എന്ന് പറയുന്നതാണ് നമ്മുടെ എൻവയോൺമെന്റ്. അതുപോലെ പ്രോജക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോജക്റ്റിന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഇത്. അപ്പൊ ഈ എൻവയോൺമെന്റിൽ നമ്മുടെ എന്തെന്നാ ജാങ്കോ പാക്കേജ് ഇനി ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതിന് ആദ്യം നമ്മൾക്ക് ഈ എൻവയോൺമെന്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് എൻവയോൺമെന്റിന്റെ പേര് ഞാൻ പ്രോ ENV എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏതാണ് എൻവയോൺമെന്റിന്റെ നെയിം കൊടുക്കുന്നത് ആ പേര് /scripts/activate. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആക്ടിവേറ്റ് ആയി എന്നുള്ളതിന്റെ ഒരു എവിഡന്റ് ആണ് ഇവിടെ ആ ഒരു നെയിം വരുന്നത്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അത് വരുന്നതിന്റെ അർത്ഥം നമ്മുടെ ഈ വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് എന്ത് ചെയ്യാം? ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാം. ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് PIP ഇൻസ്റ്റാൾ ജാങ്കോ എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു എൻവയോൺമെന്റിലേക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അത് രണ്ടെണ്ണം പിന്നെ നോട്ടീസാണ്. ബാക്കി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞൊരു ഇത് കാണിച്ചു. ദെൻ നമുക്ക് എന്ത് വേണം? ജാങ്കോ ഇൻസ്റ്റാൾഡ് ആയി. ഇനി ജാങ്കോ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ജാങ്കോ -admin -version എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾഡ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു വേർഷൻ കാണിക്കും.
ഇത്രയാണ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ജാങ്കോയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള എൻവയോൺമെന്റ് കാര്യങ്ങൾ പിന്നെ ജാങ്കോ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതുവരെയുള്ള സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. എറർ വരുവാണെങ്കിൽ രണ്ടാമത് ഒന്നുകൂടി ചെയ്തു നോക്കാം. എന്തെങ്കിലും എറർ ചെറിയ എററൊക്കെ ആണെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി. ബാക്കിയുള്ള എററൊക്കെ വലിയ എററൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യാത്തൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കമാൻഡ് റൺ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. താങ്ക് യു.